അപ്പോൾ ഇത് ശ്രീ PN നമ്പൂതിരി, അദ്ദേഹം പിന്നെ തളിപ്പറമ്പ് സ്വദേശിയാണ്. അദ്ദേഹത്തിന് യൂറിൻ ഉപയോഗിച്ചിട്ടുള്ള വലിയൊരു അനുഭവം പറയാനുണ്ട്. 67 കൊല്ലമായിട്ട് മാറാത്തൊരു രോഗം എങ്ങനെ യൂറിൻ തെറാപ്പി ചെയ്തിട്ട് മാറി എന്നുള്ളതും അത് ഡോക്ടർ തന്നെ സമ്മതിക്കുകയും ആ ചികിത്സ തന്നെ തുടർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞൊരു അനുഭവം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പം എന്താണ്? ഞാൻ എന്താ പറയുക, ഈ അലർജി വന്നിട്ട് പിന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. അലോപ്പതിയിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് പല ഇതും ചെയ്തു. അതൊന്നും മാറുന്നില്ല. അവസാനം പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ രാജീവ് പറഞ്ഞു, നിങ്ങളെ ഈ അലർജി സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയണം. അതറിയണമെങ്കിൽ ഏഷ്യയിൽ തന്നെ മണിപ്പാലിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ മാത്രമേ അതിൻ്റെ സംവിധാനം ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് മണിപ്പാലിൽ പോകണം. ഒരു 2 ദിവസം ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും. അങ്ങനെ പോയി അവിടെയുള്ള ഡോക്ടറെ കണ്ട് പാച്ച് ടെസ്റ്റിംഗ് എന്നൊരു ടെസ്റ്റ് നടത്തണം എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മണിപ്പാലിൽ പോയി. മണിപ്പാലിൽ പോകുമ്പോഴേക്ക് എൻ്റെ മരുമകൻ അവിടെ ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ മാനേജറായിട്ടുണ്ട്. അവനും ഈ ഡോക്ടറും, ബാലചന്ദ്രൻ ഡോക്ടർ എന്ന പേര്, പ്രൊഫസർ ബാലചന്ദ്രൻ, മണിപ്പാൽ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ്. അദ്ദേഹവുമായിട്ട് വലിയ ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം ഇതിനകത്തോട് മരുമകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം രാത്രി ഡോക്ടർ എന്നെ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ വൈഫിനെയും കൂട്ടിയിട്ട് ഒരു 2 ദിവസം ഇവിടെ കിടക്കാൻ ഉള്ള സംവിധാനത്തോടുകൂടെ വരണം. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇവിടെ നടത്താൻ എല്ലാ സംവിധാനം ഞാൻ ഇവിടെ ഏർപ്പാടാക്കാം. റൂം എല്ലാം നിങ്ങൾ വന്ന് ഇവിടെ വരുവേ വേണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി, മണിപ്പാലിൽ പോയി പാച്ച് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ അതിൽ തരുന്ന റിസൾട്ട് സർവത്ര അലർജിയാണ്. ആ റിപ്പോർട്ടും കൊണ്ട് വീണ്ടും തിരിച്ച് പരിയാരത്ത് വന്ന് പ്രൊഫസർ രാജീവ് ഡോക്ടറെ കണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ യൂറിൻ തെറാപ്പി സംബന്ധിച്ച് നാരായണമാഷായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറിൻ തെറാപ്പി ഇതിൽ പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 5-6 മാസം ഇത് കണ്ടിന്യൂ ചെയ്തപ്പോൾ ചെറിയ വ്യത്യാസം കണ്ടു. വീണ്ടും അതന്നെ തുടർന്നപ്പോൾ പൂർണ്ണമായിട്ട് അത് മാറി. ഈ മാറിയ സ്റ്റേജിലും ഇത് ഡോക്ടറെ പോയി ഞാൻ കണ്ടപ്പോൾ ഡോക്ടർക്ക് വളരെയധികം സന്തോഷമായി. പയ്യന്നൂർ അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് ഡോക്ടർ താമസം, അവിടെ തന്നെയാണ്. ആ ഡോക്ടർ എനിക്ക് പ്രിസ്ക്രിപ്ഷൻ അതിന് മുമ്പേ എഴുതിയതിൻ്റെ ചോടെ എനിക്ക് എഴുതി തന്നതാണ് ഈ കാണുന്നത്. ഡോക്ടറിനെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നതാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, പ്രൊഫസറാണ്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് പ്രസന്റ്ലി ഓൺ യൂറിൻ തെറാപ്പി വിത്ത് വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ്. ഓൾസോ ഹി ഹാസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. അതിന്റെ അഡ്വൈസ് ലെറ്റ് ഹിം കണ്ടിന്യൂ ദ സെയിം. അപ്പോ മറ്റു പല ചികിത്സകൾ കൊണ്ടും മാറാത്തത് ഈ അലർജി പ്രശ്നം പൂർണ്ണമായിട്ട് യൂറിൻ തെറാപ്പി എത്ര കാലം ചെയ്തുകൊണ്ടാണ് മാറിയത്? ഞാനത് ഏകദേശം ഒരു 1-1.5 വർഷം ചെയ്തിട്ടുണ്ടാവും. അപ്പോ നേരത്തെ എത്ര കാലം ഉണ്ടായിരുന്നു ഈ അലർജി? അതിനു മുമ്പേ വർഷങ്ങളോളം അതും കൊണ്ട് സഹിച്ചു നിന്നു. വർഷങ്ങളോളം പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്തതാണ്. ഇത് കൈപ്പത്തിയുടെ പുറത്ത്, കൈയിന്റെ തണ്ടഭാഗം, ദേഹത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിരുന്നു. ഇത് മാറിയപ്പോ എല്ലാം മാറി. അപ്പൊ ഇത് ഡോക്ടർ അലോപ്പതി ഡോക്ടറാണോ? അലോപ്പതി ഡോക്ടർ പരിയാരം. അപ്പൊ അദ്ദേഹം ഇതിനെ നിരുത്സാഹപ്പെടുത്തിയില്ല, ഇത് ചെയ്തതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തില്ല, യൂറിൻ തെറാപ്പി ചെയ്തതിനെ എതിർക്കുകയും അതിനുശേഷം വേറൊരു ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു. അല്ല, ഡോക്ടർ യൂറിൻ തെറാപ്പി ചെയ്തതിനെ എതിർക്കുകയല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇതേ ചികിത്സ തുടർന്നാൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ. പിന്നെ വളരെ ഗുരുതരമായ മറ്റൊരു രോഗം ഉണ്ടായിരുന്നു. അത് ചെറുപ്പകാലം മുതൽ ജനിച്ചിട്ട് ഒരു 6 മാസം പ്രായമുള്ള സമയത്ത്, ആ സമയത്തെല്ലാം ചോറൂണ് കഴിഞ്ഞ സമയത്താണ്. അത് എൻ്റെ ഒരു ഏട്ടൻ്റെ കയ്യിൽ, ആ ഏട്ടൻ ഇപ്പോഴും ഉണ്ട്, 58 വയസ്സായ ഏട്ടൻ ഇപ്പോഴും ഉണ്ട്. അയാളാണ് കാരണം. അയാളിങ്ങനെ എടുത്ത്
നെരിക്കോട് 4 കെട്ട് കൂടെ നടക്കുന്ന സമയത്ത് 12 കെട്ടാണ് അത്രയും വലിയ സ്ഥലമായത്. 4 കെട്ട് കൂടെ നടക്കുമ്പോൾ ഈ തന്നെ എടുത്ത് ഓടുക. അപ്പൊ ഈ ചിരി കണ്ടിട്ട് ആൾ ഓടുന്ന തൂണ് വെച്ചടിച്ച് 4 കെട്ടിന്റെ നടുമുറ്റത്തേക്ക് തെറിച്ചു വീഴും. കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് തെറിച്ചു വീണു, തല കുത്തിയിട്ട് വീണു. തല അടിച്ച് 4 കെട്ടിന്റെ ഇറയത്തുനിന്ന് നെടുമുറ്റത്തേക്കാണ് വീഴുന്നത്. ആഘാതമായ വീഴ്ചയാണ്. അതില് തന്നെ ഏകദേശം അന്ന് തന്നെ കഴിഞ്ഞു എന്ന് കണ്ടതാണ്. പിന്നെ അവിടെ തന്നെ ഈ വൈദ്യര്, നാട് വൈദ്യര്, കല്ലമ്പള്ളി, പയ്യന്നൂർ അങ്ങോട്ടുള്ളൊരു കല്ലമ്പള്ളി വൈദ്യരാണ്. അയാൾ ട്രീറ്റ്മെന്റ് നാടൻ വൈദ്യമൊക്കെ ചെയ്തു. അതിനുശേഷം തളിപ്പറമ്പിലുള്ള ഏക ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ഗോവിന്ദ മേനോൻ. അപ്പൊ അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹം അന്നത്തെ MBBS ഡോക്ടർ, എല്ലാത്തിനും MBBS ഒരു ക്വാളിഫിക്കേഷനിൽ ഡോക്ടറെ ഉള്ളൂ. MBBS ആയ എല്ലാം ആയി. അപ്പൊ ആ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ ഇത് ചെയ്ത് ക്രമേണ ഇത് അധികരിച്ച് തലേന്റെ ഉള്ളില് ഈ തലയ്ക്ക് ഇത് വീണിട്ട് എന്താണ് ഇവിടെ പറ്റിയത്? വീണ് അവിടെ പഴുത്ത് കുരു വന്നു എന്ന് പറയല്ലേ. അപ്പൊ ഉള്ളിൽ തേയ്മാനം വന്നിട്ട് ബ്രെയിനിന്റെ ഈ ലെഫ്റ്റ് സൈഡ് ചെവിയുടെ മേലെ അവിടെ ഉള്ളില് മാംസവും എല്ലും ഇതൊക്കെ കൂടെ നമ്മളെ കനാല്, ഈ ചെവിയുടെ കനാല് അതൊക്കെ പഴുത്ത് ബസ് പുറത്തേക്ക് പോവായത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഈ ഗോവിന്ദമേനോൻ ഡോക്ടർ ചെയ്തു. അതിനുശേഷം പയ്യന്നൂർ വേങ്ങയിൽ നായനാർ, VG നായനാർ, അദ്ദേഹം ഒരുപാട് ചികിത്സ ചെയ്തു. അദ്ദേഹത്തിന് അസുഖം വന്ന് അദ്ദേഹം വെല്ലൂരേക്ക് പോയി. പിന്നാലെ ഞാനും ഇത് കോഴിക്കോട് പോയപ്പോൾ ചാലപ്പുറത്തുള്ള എൻ്റെ ഇളയച്ഛൻ്റെ പരിചയക്കാരൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ചാലപ്പുറത്ത്. അന്നത്തെ ബാലകൃഷ്ണൻ മേനോൻ അങ്ങനെ എന്താ പേര്. അന്നൊക്കെ എനിക്ക് 8-10 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ വെല്ലൂർ എത്തിക്കണം, ഇല്ലെങ്കിൽ ആള് ക്ലോസാണ്. അങ്ങനെ വെല്ലൂർ ഹോസ്പിറ്റലിലെത്തി. വെല്ലൂർ ഹോസ്പിറ്റൽ ആദ്യം സഹായത്തിനൊക്കെ ആളുടെ അവിടെ 2 വർഷം, ഏകദേശം ഒരു 3 വർഷത്തോളം അവിടെ ഹോസ്പിറ്റലായിരുന്നു. അതിൽ ഇടയ്ക്ക് ഡിസ്ചാർജായി ഒരു മാസം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോക്ടർ കത്തായി എഴുതും. ആ ലെറ്ററൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. YP കപൂർ എഴുതാം. ഓപ്പറേഷൻ ചെയ്തത് അമേരിക്കൻ ഡോക്ടർ ഡെസ്മണ്ട്, ഒന്ന് ചൈനീസ് ഡോക്ടർ ഫാറ്റ്, പിന്നെ ഒന്ന് YP കപൂർ. ഇതൊക്കെ പേരുള്ള ഡോക്ടർമാരൊക്കെ. അതെ, ഇവരെ ഈ ഓപ്പറേഷൻ 3 ഓപ്പറേഷൻ, ഒരു മേജർ ഓപ്പറേഷൻ, അങ്ങനെ 4 ഓപ്പറേഷൻ അവിടുന്ന് ചെയ്തിരുന്നു. 4ഉം ഫെയിലറായി. അപ്പൊ ഫെയിലറായപ്പോൾ അവർ ഈ തലക്കുള്ളിൽ ആ പഴുപ്പ് വരുന്ന സ്ഥലമൊക്കെ നീക്കം ചെയ്തു. അവിടെ ഒരു ഹോളായി പൊത്ത്. അതിപ്പോഴും കാണാനുണ്ടോ? ഇപ്പോഴും ഉണ്ടത്. ഇതിപ്പോ സ്റ്റെറിലൈസിന്റെ ഫോട്ടം വെച്ചതുണ്ട്. മാറുന്നത് അത്ഭുതപ്പെട്ടു. ഞാൻ മാറി കാണിച്ചിരുന്നു. അന്ന് ഇതിൽ നിറച്ച പഴുപ്പായിരുന്നു. വാക്സ് പോലെ ഒന്നും ഇതും പഴുപ്പും. ഇന്നിപ്പോ വല്ലതുണ്ടോ ലൈറ്റ് അടിച്ചു നോക്കി എന്തെങ്കിലും കാണാനുണ്ടോ? ചെവിന്റെ ഉള്ളിൽ പോകും, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ചികിത്സ എത്ര കാലം തുടർന്നു? ഇത് ഞാൻ കൈകൊണ്ട് അങ്ങനെ തൊടാറില്ല, കാരണം അത്രയും ശ്രദ്ധിച്ചു വെക്കുന്ന. ഇതിപ്പം വരുമ്പോ ഈ ഹോളായിട്ട് ഒരു 7-8 വർഷമായിട്ടുണ്ടാവും. ക്രമേണ അത് കണ്ണിന് ബാധിച്ചു. 7ാം വയസ്സ് കണ്ണട VG നായനാർ വെച്ചു. 7ാം വയസ്സിലെ കണ്ണട കണ്ണിന് ബാധിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അവസാനത്തെ ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അതും ഫെയിലറായി. ഈ അടക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ പഴുപ്പും കൊണ്ട് തിരിച്ചു വന്നിട്ട് നാട്ടിലെത്തി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് എന്ന് പറയുമ്പോൾ വേദനയായി. ആ വേദന ഒക്കെ എല്ലാ ആൾക്കാരും കാണുമ്പോൾ വിഷമം ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഓരോരോ ഇളയച്ചൻ തന്നെ, പ്രധാനമായിട്ട് ഇളയച്ചൻ തന്നെയാണ്. അദ്ദേഹം പിന്നെ മദ്രാസിൽ പോകാൻ പറഞ്ഞു. മദ്രാസിലെ ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഡോക്ടർ, ഫേമസ് ഡോക്ടർ, ഇതിൻ്റെ ആളെ കാണണമെങ്കിൽ 2 മാസം മുമ്പ് പിന്നെ ഫീസ് അടച്ച് 400 രൂപയുടെ ഫീസ് അടച്ച് ബുക്ക് ചെയ്താലേ കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി. അത് പോയത് തന്നെ ഇവിടുന്ന് പിന്നെ AK ഗംഗാധരൻ ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടാണ് പോകുന്നത്.
അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു പ്ലാസ്റ്റിക് സർജറി പ്രൊഫസറുണ്ട്, ഡോക്ടർ മാതങ്കി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ്. അവർ പ്ലാസ്റ്റിക് സർജറി പ്രൊഫസറാണ്. AK ഗംഗാധരന്റെ കൂടെ പഠിച്ചതാണ്. അദ്ദേഹം അവിടെ പോയി പിന്നെ ആദ്യം മറ്റേ ഡോക്ടർ കണ്ടു. എന്താ ആദ്യത്തെ അത് വേണമെന്നില്ല. അപ്പൊ ഇങ്ങനെ പലവിധ ഡോക്ടർമാരെ ഇന്ത്യ മുഴുവൻ പോയിട്ട് കണ്ടു. മുഴുവൻ പഴുപ്പാണ്. ഈ പഴുപ്പ് നീക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല, ഒരു വഴിയില്ല. അതുകൊണ്ട് ഈ പഴുപ്പ് മുഴുവൻ നീക്കിക്കളഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഈ സിനിമാ നടിമാരെ ഫേസൊക്കെ മാറ്റി ഇത് സൗന്ദര്യം വെക്കുന്ന ഡോക്ടറാണത്, വെച്ചു കൊടുക്കുന്ന ഡോക്ടർ മാതങ്കി രാമകൃഷ്ണൻ എന്ന പേര്. അവരും കൈയൊഴിഞ്ഞു. വീണ്ടും ആണ് ഞാൻ ഈ മദ്രാസിലെ സുബ്രഹ്മണ്യൻ ഡോക്ടറെ കാണാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു 90% പോലും ഗ്യാരണ്ടി തരാൻ കഴിയില്ല, ശ്രമം നടത്താം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷന് ഒരു കൊല്ലത്തിന്റെ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ. 90% പോലും 1% പോലും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. 90% പോലും എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് മാറുന്നു. അല്ല, 90% 1% പോലും 1% പോലും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ചിലപ്പോൾ മാറും, ചിലപ്പോൾ ഇതാന്ന് പറഞ്ഞാൽ ഇത്ര രൂപ ഫീസാവും എന്നും പറഞ്ഞു. അത് വേണ്ട വെച്ചിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ ഇവിടുന്ന് ഉള്ള ഗംഗാന ഡോക്ടർ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗംഗാന ഡോക്ടർ VG നായനാരുടെ ഡോക്ടർ എന്നെ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറുടെ പെങ്ങളുടെ ഭർത്താവാണ്. അപ്പം 10 പൈസ വാങ്ങില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. ആൾ കണ്ണൂരിൽ നിന്ന് ഒരു ഓപ്പറേഷൻ ചെയ്തു, അതും ഫെയിലറായി. അപ്പൊ അതൊക്കെ ചെയ്യുന്ന എത്ര പ്രായത്തിലാണ്? അത് ചെയ്യുമ്പോൾ എനിക്കൊരു 10-30 വയസ്സായിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും പല ഡോക്ടേഴ്സിനെ അത് 75-ലാണ്. നമ്മളിത് കൂടുതൽ നീണ്ടുപോയാൽ ഇത് അതല്ല, ഇത് കുറച്ചുകൂടെ ചുരുക്കി പറയാം. അതെ, അതിപ്പോ എങ്ങനെ അതും ഫെയിലറായ പിന്നെയാണ് നാനമാഷുമായിട്ട് ബന്ധം. ഞാൻ പപ്പനായിട്ട് അത് 67 വയസ്സുള്ളപ്പോഴേ, 67 വയസ്സായിട്ടപ്പോഴേ ഏകദേശം ആയിട്ടുണ്ടാവും. ഉണ്ട്. ഇപ്പൊ 80 വയസ്സാവും. 80 വയസ്സാവുന്നു, 81 പോകുന്നു ഈ ജനുവരി. അന്ന് പറഞ്ഞത് 67-ാമത്തെ വയസ്സാണെന്നാ പറഞ്ഞത് അന്ന്. അല്ല, അങ്ങനെയാണ് എന്റെ. അതെ, അപ്പൊ അന്ന് എന്നെ വിളിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് ചോമ്പാലിയിൽ, അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ അവിടെ വന്നപ്പോ അവശനായിരുന്നു, നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്സ്റ്റേഴ്സിലായിരുന്നു, കയറാൻ പറ്റാത്തതുകൊണ്ട് 2-3 പേര് കൂടിയിട്ടാണ് കയറിയത്, കയറ്റിയത്. അങ്ങനെ ക്ലാസ്സിലിരുന്നതിന് ശേഷമാണ് യൂറിൻ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആ ക്ലാസ്സിന് വന്നതിന് ശേഷം അതിന് പ്രധാനം നമ്മളെ പത്മനാഭൻ, മയ്യിൽ ബാങ്കിന്റെ സെക്രട്ടറി, ഞങ്ങളൊപ്പം കോഴിക്കോട് ട്രെയിനിങ് കഴിച്ചതാണ്. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് അയാളെ ഇത് നിർബന്ധം ഉണ്ടാകും മാഷെ കാണാനും. അപ്പൊ ഇത് യൂറിൻ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? യൂറിൻ തെറാപ്പി ഞാൻ ഫസ്റ്റ് ഇത് ആദ്യം മാഷ പറഞ്ഞ പോലെ മേലൊക്കെ തേച്ച്, പിന്നെ മേലേതൊന്നും എനിക്ക് വലിയ ഇതില്ല, കൈയിന്റെ അലർജി മാറി. ഈ പഴുപ്പ് ഞാൻ ഫ്രഷ് യൂറിൻ ചെവിക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കും, നല്ലോണം ഒരു അര ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കും. അതിങ്ങനെ ധാര ചെയ്യും പോലെ ഈ പുറത്തെ ഹോളിലേക്ക് കൂടി ചെവിന്റെ ഉള്ളിലേക്ക് കൂടി അങ്ങനെ പുറത്തുള്ള ദ്വാരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. പുറത്തുള്ളിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ആദ്യമൊക്കെ കട്ട ഇതായിട്ട് ഇത് വിശാലായിട്ട് പോയി. നമ്മൾ ഈ വെള്ളം ഫോഴ്സിലങ്ങ് ഒഴിക്കുമ്പോൾ ഇതിലെ മറ്റേലേക്ക് കൂടെ പോകും. അതോടൊപ്പം തന്നെ കുടിക്കുകയും ചെയ്യാറ്. കുടിക്കലുമുണ്ട്, അകത്തേക്ക് കഴിക്കലുമുണ്ട്, ഇതും ചെയ്യലുണ്ട്, ധാരയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് ഇത് സ്റ്റെറിലൈസ്ഡ് കോട്ടൺ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യും ഞാൻ തന്നെ, സെൽഫ്. ആ ഉള്ളിലൊക്കെ ഒന്ന് ആ സമയത്തൊക്കെ നടക്കാനും ഒക്കെ പ്രയാസമായിരുന്നു. നടക്കാൻ കണ്ടല്ലോ, നമ്മൾ അവിടെ വരുന്ന സമയത്ത് നടക്കാൻ നല്ല പ്രയാസമുണ്ട്, ആൾക്കാർ പിടിക്കണം. അന്നേരം പിന്നീട് ഇത് എത്ര കാലം കൊണ്ടാണ് ഇത് ശമനം കണ്ടു തുടങ്ങിയത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 വർഷം. അല്ല, അന്ന് യൂറിൻ തെറാപ്പി ചെയ്ത് തുടങ്ങിയപ്പോ ചെയ്തത് 2012-ലാണ് എന്റെ. അതെ, അപ്പൊ എത്ര കാലം കൊണ്ടാണ് ശമനം ഉണ്ടായത്? പറഞ്ഞാൽ ഇപ്പൊ ഒരു 2 വർഷം മുമ്പാണ്. 2 വർഷം ആയില്ല, 1-1.5 വർഷം. 1 വർഷം മുമ്പ് ഇതാണ് പൂർണ്ണമായിട്ട് മാറി. അപ്പൊ എത്ര വർഷം നമുക്ക്. അല്ല, അതിനു മുമ്പ് തന്നെ ഇത് യൂറിൻ തെറാപ്പി തുടങ്ങി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിനൊരു ശമനം വന്നത് എത്ര കാലം വന്നത്? ഒരു ഗുണമുണ്ടെന്ന് തോന്നിയില്ലേ? അതെ, അതൊരു എത്ര കാലം ചെയ്തപ്പോഴാ? ഒരു 5-8 കൊല്ലമായിട്ടുണ്ടാവും. അല്ല, മാറിയത്
അല്ല, ഇത് ശമനം കാണാൻ തന്നെ ഈ ബസ് നിൽക്കണ്ടേ. അല്ല, നിങ്ങളിത് ചെയ്തു തുടങ്ങിയിട്ട് എത്ര കാലം കൊണ്ട് ഗുണം തോന്നിയിട്ടുണ്ട്? ഇതുകൊണ്ട് എന്തോ ഫലമുണ്ട്? ഞാനിപ്പോ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഏതാണ്ട് വെച്ചില്ല. ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ചെറിയ ഇതൊക്കെ പുറത്തഴുക്ക് പോയി. അങ്ങനെ പോയപ്പോ വീണ്ടും ചെയ്തപ്പോഴാണ് ഇത് ഉണങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ ക്രമേണ അത് ക്രമേണ പിന്നെ ഞാൻ ഒരു ഡോക്ടറെയും കാണിക്കാറില്ല. ഒരു ഡോക്ടറെയും കാണിച്ചില്ല. പിന്നെ ഇപ്പൊ നടക്കാനൊന്നും ഒരു പ്രയാസമില്ല. ഇപ്പൊ നടക്കുമ്പോ പ്രയാസമില്ല. നമ്മള് പിന്നെ വർത്തമാനം പറയുമ്പോ അത് പ്രായത്തിന്റെ ഇതുകൊണ്ടോ പിന്നെ ഇപ്പൊ 81 വയസ്സായി ഇപ്പൊ 81 ആവുന്നു. 80 വയസ്സ് പൂർത്തിയായി. 81 വയസ്സാവുന്നു. അതിന് ഇത്രയും കാലം എടുത്തു എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ 78 വർഷം എന്ന് പറഞ്ഞാല് വെറും ഒരു 6 മാസം മാത്രം പ്രായം ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയതാണ്. അതൊരു നമ്മളെ കാണുമ്പോ 67-70 വയസ്സിന് താഴെയാണ് ഉണ്ടായിരുന്നത്. അത്രയും കാലം ചികിത്സിച്ചിട്ട് ഇന്ത്യ മുഴുവൻ പോയിട്ട് പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സിച്ചിട്ട് യാതൊരു ശമനം ഉണ്ടാവില്ല. ധാരാളം പണം, എത്ര പണം ചെലവായിട്ടുണ്ടാവും ഇതിന് വേണ്ടിയിട്ട് ചികിത്സക്ക്? ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് അടച്ചു തരുന്ന ആൾക്ക് ഞാൻ പിന്നെ ഒരു 25,000 രൂപ ഡൊണേഷൻ കൊടുക്കാം. ഇത് അടച്ചു തരാൻ കഴിയുന്നുണ്ട്. പുറമേ കാണുന്നത്. അല്ല, അത് ഇത്രയും ഉണക്കം ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ട് മാറിക്കഴിഞ്ഞു. ഇത് നമ്മള് ഒരു പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു KG രാധാകൃഷ്ണൻ ഇവിടെ വന്നിരുന്നല്ലോ. കണ്ണൂർ വന്നിട്ട് യൂറിൻ തെറാപ്പിക്കെതിരെ ഒരു നടക്കുന്ന സമയത്ത് റിപ്പോർട്ടൊക്കെ ആയിട്ട് അവിടെ പോയി കാണിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം വന്ന് പ്രസംഗിച്ചിട്ട് ഇതിനെതിരായിട്ടാണ് യൂറിൻ തെറാപ്പിക്ക് അതിനെതിരെ പറഞ്ഞു ഇതൊന്ന് കാണിച്ചിട്ട് കാണാൻ തയ്യാറായില്ല, നോക്കാൻ പോലും തയ്യാറായില്ല. ഈ ഒരു അയാളെപ്പോലുള്ള ഒരു ഡോക്ടർ, അയാളെക്കാളും മേലെയുള്ള ഒരു ഡോക്ടറാണ്. അത് അദ്ദേഹം എഴുതിയ ഒരു പ്രിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കുമല്ലോ, സാധാരണ ഒന്ന് നോക്കാൻ അതിനുപോലും തയ്യാറായില്ല. അതാണ് നമ്മള് ശാസ്ത്രം പറയുന്ന ആളുകൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോ അത് എന്താണ് അതിന്റെ ഡോക്ടർ തന്നെ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ടുള്ള രോഗമാണ്, അത് ഇതുകൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു ഗുണമുണ്ട്, ആ ഗുണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയും അത് മനസ്സിലാക്കിയിട്ട് അതിനെ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം അത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ഓക്കെ, ശരി. ഏതായാലും ഇത് വലിയൊരു അനുഭവമാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞായിരിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു അസുഖം 70 വർഷത്തോളം നീണ്ടു നിന്നു. അതിനിടയ്ക്ക് യൂറിൻ പ്രയോഗം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. അതെ. ഓക്കെ, വളരെ നന്ദി. ഇത് തുറന്നു പറഞ്ഞതിന് വളരെയധികം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സംഗതിയാണ്. ഞാൻ ഒരാളെ കാണിക്കാറില്ല, എന്റെ വൈഫ് ഇത് ഇവരെ കണ്ടിട്ടില്ല. ഓക്കെ ശരി. ഒന്ന് നടക്കുക, ഒന്ന് നടക്കുന്നോക്കൂടെ ഒന്ന് കാണാൻ നമുക്ക്. അത് ഇപ്പോ നമ്മുടെ ശ്രീ PN നമ്പൂതിരിക്ക് ഇതുപോലൊരു സാധാരണ മനുഷ്യൻ നടക്കും പോലെ സുഖമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്. മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്തൊക്കെ 2-3 പേര് പിടിച്ച് ആണ് അപ്സ്റ്റേഴ്സിലുള്ള ക്ലാസ്സിലേക്ക് കയറ്റുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്രയും വലിയൊരു മാറ്റമാണ് അദ്ദേഹത്തിന് ഇതിലൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.